ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സുസ്മിത വിളിക്കുന്നത് കാണുമ്പോൾ ശ്യാമയാകെ ഭയക്കാണേ. കുഞ്ഞേച്ചി പറഞ്ഞതുപോലെ അവളായിരിക്കും ഈ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോൺ കോൾ മുടക്കിയേ പറ്റൂ. അതിനിപ്പോ എന്താ ഒരു വഴി? ഇതേ സമയം ഭാമയ്ക്കും കൊച്ചു പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യഭാമയുടെ വീട്ടിൽ തന്നെ സത്യഭാമയെ ചതിക്കുന്നവരുണ്ട്. അവര് വർഷങ്ങളായി സത്യഭാമയെ ചതിച്ചുകൊണ്ടിരിക്കുക. ഭാമയ്ക്കും എന്നെ ചതിക്കുന്നോ ആര്? ഇത് കേൾക്കുമ്പോ ശ്യാമയാകെ പേടിക്കുക. ഭാമ പറയും, കൊച്ചെ പറയുമ്പോ വ്യക്തമായിട്ട് പറയണം, എങ്കിൽ പറയരുത്. സുസ്മിത പറയും, ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ സംസാരിക്കുന്നത്. നിങ്ങൾ ആ വീട്ടിൽ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഭാമയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണേ. കൊച്ചെ എന്തെങ്കിലും പറയണമെങ്കിൽ തെളിച്ചു പറഞ്ഞോളണം. ഇങ്ങനെ തലയും പാലും ഇല്ലാതെ എന്നോട് സംസാരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. ഇപ്പോഴും ശ്യാമ പേടിക്കണേ. ഇത് കുഞ്ഞേച്ചി പറഞ്ഞ നമ്പർന്ന് തന്നെയാ. ഇനി അവള് പറയാൻ പോകുന്ന സത്യം കേട്ട് സത്യമ്മ ഞെട്ടും. എന്നെ ക്രൂരമായിട്ട് നോക്കും. പിന്നെ എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും. അങ്ങനെ ഭാമയോട് പറയണേ, സത്യഭാമയുടെ വീട്ടിലുള്ള പപ്പിമോള് ശരിക്കും ആരാണെന്നറിയോ? ആരുടെ മോളാണെന്നറിയോ? ഭാമയ്ക്കും, ഡി നീ ആരാടി? വായിക്കൊള്ളാത്ത പേര് പറഞ്ഞപ്പോഴേ തോന്നി ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നേ. എന്റെ കൊച്ചുമോള് പപ്പി ആരാണെന്ന് നീ അറിഞ്ഞിട്ട് വേണോടി ഞാൻ അറിയാൻ? ശ്യാമൻ ഞെട്ടിപ്പോകുന്നുണ്ട്. സുസ്മിത പറയും, എനിക്കേ അറിയൂ. ഭാമ പറയും, നിനക്കറിയാന്നോ? എങ്കി പറ, നീ പറ. പപ്പി യഥാർത്ഥത്തിൽ ശ്യാമയുടെയും രോഹിത്തിന്റെയും എന്ന് പറയുമ്പോഴേക്കും ശ്യാമ വന്ന് ഭാമയെ ഒരൊറ്റ തട്ടിട്ടും അറിയാണ്ട് തട്ടിയതുപോലെ അപ്പൊ തന്നെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും അതുപോലെ ഭാമയുടെ കയ്യിലുള്ള ഫോണും താഴെ വീഴണേ. സുസ്മിതയ്ക്ക് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഹലോ. ഇതേ സമയം ഭാമ ശ്യാമ ഇങ്ങനെ നോക്കുമ്പോ ശ്യാമറി, സത്യമേ എന്റെ കാലൊന്നും മടങ്ങിപ്പോയതാ. ഇതേ സമയം സുസ്മിത ചോദിക്കും, കട്ടായോ? അയ്യോ ഞാൻ അറിഞ്ഞില്ല, സോറി എന്ന് പറഞ്ഞേ ശ്യാമ വേഗം ഫോൺ എടുക്കണേ. എന്നാ ഭാമ വേഗം അത് വാങ്ങിക്കും. ശ്യാമ ഒന്നുകൂടെ പേടിക്കുന്നുണ്ട്. എന്നാ ഭാമ നോക്കുമ്പോ അയ്യോ ഡിസ്പ്ലേ പോയല്ലോ. സുസ്മിതയാണെങ്കിൽ വീണ്ടും വിളിക്കുക. കോള് പോകുന്നില്ലല്ലോ. അങ്ങനെ ശ്യാമ പറയും, സോറി സത്യമേ, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല. ഭാമ പറയും, കുഴപ്പമില്ല, ഇതിപ്പോ ഫോണ് ശരിയാക്കി എടുക്കാം. ശ്യാമ ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുമ്പോ ഭാമ പറയും, സാരമില്ല, സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ശ്യാമ വിചാരിക്കും, ഹാവൂ ഭാഗ്യം. ഇതേ സമയം സുസ്മിത വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിലും ഡിസ്പ്ലേ പോയ ഫോണിലേക്ക് കോള് പോകണ്ടേ. എന്ന് പറഞ്ഞിങ്ങനെ ആകെ ലോക്കായി പോയല്ലോ. ഇങ്ങനെ നിൽക്കണേ. ഭാമയാണെങ്കിൽ ഫോൺ ഓണാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പറ്റുന്നില്ല. ശ്യാമയും പപ്പിയും നോക്കിക്കൊണ്ട് നിൽക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ശ്യാമ ശാലിനിയെ വിളിക്കാണേ. ശാലിനി എന്തോ ഫയൽ നോക്കുമ്പോഴായിരിക്കും കോള് വരുന്നത്. ശ്യാമയാണല്ലോ എന്ന് പറഞ്ഞത് അറ്റൻഡ് ചെയ്യും. എന്താ ശ്യാമേ? ആ കുഞ്ഞേച്ചി, സത്യാവയ്ക്ക് എവിടെന്നെങ്കിലും കോള് വന്നാലേ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? പപ്പിയെ കുറിച്ച് പറയുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ലേ? ശാലിനിക്കും അങ്ങനെ ആരെങ്കിലും വിളിച്ചോ? ആ വിളിച്ചു സത്യമേ, ഇവിടെ ആരൊക്കെയോ ചേർന്ന് ചതിക്കുന്നുന്നാ വിളിച്ചവര് പറഞ്ഞത്. ശാലിനി പറയും, അപ്പ അത് അവള് തന്നെയാ. അവള് കുടുംബം കലക്കാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുക. ശ്യാമ പറയും, ഇതിപ്പോ ഞാനുണ്ടായത് കൊണ്ടും കുഞ്ഞേച്ചി എന്നോട് പറഞ്ഞതുകൊണ്ടും ഞാൻ ആ ഫോൺ വിളി തടസ്സപ്പെടുത്തി. ശാലിനി പറയും, അതെന്തായാലും നന്നായി, പക്ഷെ അവൾ ഇനിയും വിളിക്കും. ശ്യാമ പേടിക്കുന്നുണ്ട്. അവളങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു പോവാൻ ഒരു സാധ്യതയുമില്ല. പ്രതികാരം അതാണല്ലോ അവളീ കാണിച്ചു കൂട്ടുന്നതിനെ ഇട്ടിരിക്കുന്നത് പേര്. ശ്യാമറിൻ, കുഞ്ഞേച്ചി എനിക്ക് പേടിയാവാ. ഫോണില് ഭീഷണിപ്പെടുത്തുന്നവള് ഒരു ദിവസം വീട്ടിലേക്ക് കയറി വന്നാലോ? പപ്പയെയും സത്യയെ സംബന്ധിക്കുന്ന വിവരങ്ങളെ വീട്ടിലേക്ക് കയറി വന്ന് നേരിട്ട് പറഞ്ഞാലോ? ശാലിനി പറയും, അവൾക്ക് നേരിട്ട് വരാനുള്ള ഭയം കൊണ്ടല്ല ഫോണിലൂടെ വിളിച്ച് ഭീഷണി മുഴക്കുന്നത്. അതുകൊണ്ട് ആ പേടി വേണ്ട. പക്ഷേ അവൾ വീണ്ടും വിളിക്കാൻ സാധ്യതയുണ്ട്. അത് നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ശ്യാമ പറയും, ശരി കുഞ്ഞേച്ചി, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യണേ. പിന്നീട് കാണിക്കുന്നത് രാത്രി അല്പസമയം കഴിയുമ്പോ ശാലിനി ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക. പുതിയൊരു വീടെടുത്ത് പഴയതുപോലെ താമസം ആണെന്ന് വിഷ്ണു പറഞ്ഞ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യാ നടക്കാൻ പോകുന്നത്. അച്ഛനെ കാണുന്നുള്ള സത്യയുടെ ആഗ്രഹം ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവില് ഇതെങ്ങനെ അവസാനിപ്പിക്കുന്ന് പറയാനും പറ്റില്ല. പക്ഷേ ഒന്നിച്ച് താമസിക്കുമ്പോ സത്യയെ അറിയിക്കാതിരിക്കാനും പറ്റില്ല. വിഷ്ണുവേട്ടൻ അച്ഛനാണെന്നുള്ള സത്യം, പിന്നെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. ഒന്നല്ല, പല ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കും. അപ്പൊ എല്ലാവർക്കും വ്യക്തമായ ഉത്തരവും കൊടുക്കേണ്ടി വരും. എല്ലാം അറിയാവുന്ന അമ്മയും വിഷ്ണുവേട്ടന്റെ വാക്ക് കേട്ട് സമാധാനിച്ചിരിക്കുക. മൂടി വെക്കപ്പെട്ട സത്യങ്ങൾക്ക് എന്നേക്കുമായിട്ടൊരു മോചനം അതുണ്ടായേ തീരൂ. ഇതേ സമയം ശാരദാമ്മയെ അവിടെ സത്യക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കണേ. എന്നാ സത്യ ഫോണിലും കളിച്ചിരിക്കുക. വാ തുറക്കുന്നേ ഇല്ല. ഞാൻ കഴിച്ചോളാം ശാരദാമ്മയെ, അവിടെ വെച്ചോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നാലോചിക്കും, അച്ഛൻ കഴിച്ചോന്ന് അറിയില്ലല്ലോ. ഇത് കേൾക്കുമ്പോ ശാരദാമ്മ വിചാരിക്കും, ഈശ്വര, ഈ കുഞ്ഞിനെ ആരാ ഇങ്ങനെ വിളിക്കുന്നത്? ഇനി വിഷ്ണു വല്ലതും ആണോ? സത്യക്കും ശാരദാമ്മ എന്തെങ്കിലും പറഞ്ഞോ? അച്ഛനൊക്കെ കഴിച്ചു കാണും മോളെ, ഇത്രയും നേരമായില്ലേ? സത്യ വിചാരിക്കും, അതറിയാൻ എന്താ ഒരു വഴി? ശാരദാമ്മയ്ക്കും എന്തറിയാൻ? സത്യ അറിയും, അച്ഛൻ കഴിച്ചോന്നേ. എന്നാലും ഒന്ന് വിളിച്ചു പറയേണ്ടതല്ലേ ഒരു സമാധാനത്തിന്. അതൊക്കെ പോട്ടെ, മോളത് കഴിക്കേ, എങ്കിലേ ശാരദാമ്മയ്ക്കൊരു സമാധാനാവൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സത്യ വീണ്ടും വാ തുറക്കുന്നില്ല. വേണ്ട. ശാരദാമ്മ പറഞ്ഞതുപോലെ അച്ഛൻ ചിലപ്പോ ബിസി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. അല്ലാതെ ഇഷ്ടക്കേട് കൊണ്ടൊന്നല്ലായിരിക്കും. ശാരദാമ്മ പറയും, പിന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞാ എത്രയോ ഇഷ്ടമുള്ള അച്ഛനാണെങ്കിലും ഇത്തിരി ഇഷ്ടക്കേടൊക്കെ കാണില്ലേ?
സത്യം പറയും എന്നോട് അങ്ങനെയൊന്നും കാണിക്കില്ല. ഫോൺ എടുക്കാത്തത് ചിലപ്പോ എന്തെങ്കിലും ബിസി കൊണ്ടായിരിക്കും, അല്ലാതെ ഇഷ്ടക്കേട് കൊണ്ടൊന്നല്ല. ശാരദ പറയും അങ്ങനെയെങ്കിൽ അങ്ങനെ, എനിക്കിപ്പോ സത്യമോള് ഭക്ഷണം കഴിച്ചാൽ മതി, അത്രേ ഉള്ളൂ, കഴിക്കി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും സത്യം പറയും ഞാൻ കഴിച്ചോളാന്നേ. ശാരദാമ്മ അതവിടെ വെച്ചേ എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോ ശാരദാമ്മ അതവിടെ വെക്കും. എന്റെ കൃഷ്ണ, ഈ കുരുന്നിന്റെ മനസ്സ് നീ ഇത് എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത്? ഇതിനെന്തിനാ ഇങ്ങനെ ആശ കൊടുക്കുന്നത്? വിളിക്കുന്നത് ആരാണെങ്കിലും ഈ കുഞ്ഞിനോട് ചെയ്യുന്ന ക്രൂരതയാ ഒരാൾക്കും പൊറുക്കാനാവാത്ത തെറ്റ്. സത്യ എപ്പോഴും ഫോണിൽ ഇങ്ങനെ കളിക്കുക. അപ്പോഴേക്കും ശാലിനി വരും. എന്താ ഭക്ഷണം മുന്നിൽ വെച്ചോണ്ടിരിക്കുന്നേ? കറിയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അതൊന്നുമല്ല, അച്ഛൻ വിളിച്ചില്ല, അതിന്റെ സങ്കട. ഞാൻ പറഞ്ഞു അച്ഛൻ ബിസി ആയിരിക്കുന്നേ. ശാലിനി പറയും എന്താ അമ്മ ഇതൊക്കെ? അവൾ കുട്ടിയാണെന്ന് വിചാരിക്കാം, അമ്മ അതിനൊപ്പം. ശാരദ പറയും എടി എങ്ങനെയെങ്കിലും 4 വറ്റി ഉള്ളിൽ ചെല്ലണ്ടേ? അപ്പോ ശാലിനി ചോദിക്കും മോളെ അച്ഛൻ എപ്പോഴൊക്കെയാ വിളിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കും, പക്ഷെ അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് എന്നെ വിളിച്ചിരുന്നോ? ശാലിനി മനസ്സിൽ വിചാരിക്കും അപ്പൊ സ്ഥിരമായി ആരോ സത്യയെ വിളിക്കുന്നുണ്ട്, അതാരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ശാലിനി പറയും ഇനി വിളിക്കുമ്പോഴേ അമ്മയ്ക്കൊന്ന് തരണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യയ്ക്കും അമ്മയ്ക്ക് അച്ഛനെ നേരിട്ട് വിളിക്കാൻ പാടില്ലേ? അതുപിന്നെ മോളുടെ അച്ഛൻ ബിസി അല്ലേ, പിന്നെ എങ്ങനെ കിട്ടാനാ? ഈ സമയം ശാരദാമ്മ വീണ്ടും ഭക്ഷണം കഴിപ്പിക്കണേ. ഇത് കഴിക്കേ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ സത്യ പറയും ശാരദാമ്മ ഇങ്ങ് തന്നേ, ഞാനിത് റൂമിൽ കൊണ്ടുപോയി കഴിച്ചോളാം. ശാരദാമ്മ പറയും കഴിക്കണം. കഴിക്കാം എന്ന് പറഞ്ഞ് സത്യ അവിടുന്ന് പോവും. മുഴുവൻ കഴിക്കോ? കഴിക്കും, കളയരുത്, ഇല്ല എന്നൊക്കെ പറഞ്ഞ സത്യ അങ്ങ് പോവാണ് റൂമിനകത്തേക്ക്. പോയി കഴിഞ്ഞാൽ ശാലിനി പറയും സത്യ ഫോൺ വിളിക്കുന്ന ആളെ ഉടനെ കണ്ടുപിടിക്കണം. ശാരദാമ്മ പറയും വേണം മോളെ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. അല്ല മോളെ, ഇനി വിഷ്ണു എങ്ങാനാണോ? ശാലിനി പറയും അതിനൊന്നും സാധ്യതയില്ല, വിളിക്കുന്ന ആളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല, എന്തായാലും അതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ശാരദാമ്മ പറയും എന്റെ വീട് അതൊന്നുമല്ല, ഈ വാടക വീട്ടില് ഒന്നിച്ച് താമസിക്കണം എന്നൊക്കെ പറയുമ്പോഴേ സത്യമോളോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ? മാത്രമല്ല വിഷ്ണു ഇക്കാര്യം വീട്ടിൽ പറയുമ്പോ എന്തായിരിക്കും സത്യമ്മയുടെ പ്രതികരണം? അവര് ഉറഞ്ഞു തുള്ളുന്നുള്ള കാര്യം ഉറപ്പാ. ശാലിനി പറയും അത് പിന്നെ എന്നെ സംബന്ധിച്ചുള്ള എന്ത് കാര്യം കേട്ടാലും തുള്ളുമല്ലോ. ശാരദ പറയും ഇതങ്ങനെയല്ല, അവൻ എന്നേക്കുമായിട്ട് ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പോവാണെന്നാ കേട്ടത്, അതവർക്ക് ഒട്ടും ഉൾക്കൊള്ളാനാവില്ല. ശാലിനി പറയും വരുന്നതൊക്കെ വരും പോലെ വരട്ടമ്മേ, അനുഭവിക്കുക തന്നെ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അമ്മേ എന്നുള്ള സത്യയുടെ വിളി കേൾക്ക. ശാരദ പറയും ഇനി ഫോൺ എങ്ങാനും വന്നു കാണോ, നീ അങ്ങോട്ടൊന്ന് ചെല്ലേ എന്ന് പറയുമ്പോ ശാലിനി വേഗം എഴുന്നേറ്റ് പോകും. ശാരദാമ്മ മനസ്സിൽ വിചാരിക്കും ദേവി നീ തന്നെ കാത്തോളണേ എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അവിടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു പോകാനുള്ള ബാഗൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യാണ്. അങ്ങനെ ബാഗ് എടുത്ത് പോകാൻ നേരം വിഷ്ണു മനസ്സിൽ വിചാരിക്കും ഞാനിവിടുന്ന് മാറി താമസിക്കാൻ പോവാണെന്ന് പറഞ്ഞാല് ഒരു ഭൂകമ്പം തന്നെ ഇവിടെ ഉണ്ടാവും, എങ്ങനെയതൊന്ന് അവതരിപ്പിക്കുക? ശാലിനിയെ കൂട്ടി മാറി താമസിക്കുകയാണെന്ന് ഒരു കാരണവശാലും ഇവിടെ പറയാൻ പറ്റില്ല. ഒരു ജോലിക്കായിട്ട് പോവാണെന്ന് പറഞ്ഞ സംഗതിയൊക്കെ ആവും, പക്ഷേ ഹോട്ടലിന്റെ കാര്യത്തിൽ പോലും ഇതുവരെ ഒന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇപ്പൊ ജോലിക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ശക്തമായിട്ട് തന്നെ ചോദിക്കും. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. എന്തപ്പൊരു വഴി? കമലിനെ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികൾക്കൊക്കെ അവൻ ബെസ്റ്റാ. കിട്ടുന്നില്ല. മാറി താമസിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം ആണെന്നാ തോന്നുന്നത്. ഒരു കാര്യം ചോദിക്കാനോ സഹായത്തിനോ ആരുമില്ല. ഇനിയിപ്പൊ എങ്ങനെയാ ഈ വിവരം ഒന്നും ഇവിടെ ഇറക്കിയ? അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാലും ഏൽക്കണമെന്നില്ല. അല്ല പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞാലോ? അതിനായിട്ട് കുറച്ചു നാൾ മാറി നിൽക്കണമെന്നും പറയാം. ശാലിനിയായിട്ട് മാറി താമസിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങൾ സാവകാശം പറഞ്ഞു മനസ്സിലാക്കാലോ. എന്തായാലും ഒരു കുഴപ്പവും വരാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കാ. ഇതേ സമയം രാഘവേട്ടൻ അവിടെ ഇങ്ങനെ ടിവിയിൽ എന്തോ പരിപാടി കണ്ടോണ്ടിരിക്കുമ്പോ ഭാമയും അടുത്ത് വന്നിരിക്കും. ഭാമ ഇങ്ങനെ നോക്കിയതിനു ശേഷം റിമോട്ട് എടുത്ത് മാറ്റും. വീണ്ടും വീണ്ടും മാറ്റുമ്പോ ഭാമേ നീ എന്ത് പരിപാടി കാണിച്ചേ? ഏതെങ്കിലും ഒരെണ്ണം വെക്കേ, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്ന എന്താ കാണുന്നേ? എന്തെങ്കിലും ഒന്ന് മനസമാധാനത്തോടു കൂടി കാണാന്ന് വെച്ചാൽ അപ്പ വരും. ഭാമ വീണ്ടും മാറ്റുമ്പോ അല്പം മനസമാധാനത്തിന് വേണ്ടിയേ ഇവിടെ വന്നിരിക്കുന്നത്, അതിനു സമ്മതിക്കില്ലെന്ന് പറഞ്ഞ എന്റെ രാഘവേട്ടാ, മനസ്സിന് സമാധാനം തരുന്ന പരിപാടി എന്ന് പറയുമ്പോ രാഘവേട്ട എന്താ ഉദ്ദേശിക്കുന്നേ? എല്ലാ സ്ഥലത്തും കൊള്ളയും കൊലപാതകവും മാത്രം. എങ്കിൽ വാർത്ത വെക്കാന്ന് വെച്ചാലോ? നാട്ടിൽ നടക്കുന്ന കാര്യം കേട്ടാലേ ഉള്ള ഉറക്കവും പോവും. രാഘവേട്ടൻ പറയും പത്രം എടുത്തു നോക്കിയാലും വെട്ടും കുത്തും തന്നെയാ, നാട് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭാമ പറയും അല്ല രാഘവേട്ടാ, ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഈ ഫോണില്ലാത്ത കാലത്ത് മനുഷ്യൻ എങ്ങനെയാ ജീവിച്ചിരുന്നത്? ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധന ഫോണെന്ന് പറയുന്നത്. രാഘവേട്ടാ ഇന്നിന്റെ അവസ്ഥ കണ്ടില്ലേ, ഒന്നും ചെയ്യാൻ പറ്റാതെ മുഷിലായി പോയി. അല്ല ഭാമയുടെ ഫോൺ എന്തേ? അത് രാഘവേട്ടനോട് ഞാൻ പറഞ്ഞില്ലേ ശ്യാമയുടെ കൈ തട്ടി ഫോണ് താഴെ വീണെന്ന്. രോഹിത് അത് ശരിയാക്കാന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഭാമ ആ ചാനൽ മാറ്റിയൊരു സ്വാമിജിയുടെ പരിപാടിയാണേ. ഭാമ പറയും ഇനി അല്പസമയം നമുക്കിത് കാണാം. രാഘവേട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല. മനസ്സിന് സമാധാനം ഉണ്ടാവണമെങ്കിലേ ആദ്യം മനസ്സ് നന്നാവണം.
ഭാമയ്ക്കും വല്ലതും പറഞ്ഞോ? ആ രോഹിത്ത് വരുന്നു എന്ന് പറഞ്ഞതാ. അപ്പൊ രോഹിത്ത് ഉണ്ടാവും വരുന്നേ. ഓ അവന് വരാൻ പറ്റിയ സമയം. രോഹിത്ത് ഫോൺ കൊണ്ടുകൊടുക്കും. സത്യമേ ഡിസ്പ്ലേ മാറ്റേണ്ടി വന്നു. ഫോണ് റെഡിയല്ലോ. അറിയാവുന്നവരുടെ നമ്പറൊക്കെ ഇതിനകത്താ. അങ്ങനെ ഇരിക്കുമ്പോ വിഷ്ണു ഒന്ന് പതിയെ നോക്കുന്നുണ്ട്. ഇതേ സമയം ആരും അറിഞ്ഞിട്ടില്ല. രോഹിത്തേക്കും ആ സ്വാമിയുടെ പരിപാടി കണ്ടിട്ട് ഇതെന്താ ഇത് വെച്ചിരിക്കുന്നേ? രാഘവേട്ടനെ ശാന്തി സമാധാനം നിറഞ്ഞ വാക്ക് കേൾക്കണമെന്ന്. അതിന് സന്യാസത്തെക്കാളും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. കേൾക്കട്ടെ, എന്നിട്ട് ശിഷ്ടകാലം രാമേശ്വരത്തോ കാശിയിലോ പോയി ജീവിക്കട്ടെ. വിഷ്ണുവിനങ്ങ് ചിരി വരും. രാഘവേട്ടൻ പറയും, ഇക്കണക്കിന് പോയാൽ അത് തന്നെ ശരണം എന്നാ തോന്നുന്നത്. ഇപ്പൊ തന്നെ എന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി പ്രായം ചെന്ന് എന്തായിരിക്കും? ഭീകരമായിരിക്കും, ഭീകരം. രോഹിത്തിന്റെ അടുത്ത് പറയും, എടാ മക്കളെ അതൊന്ന് സൗണ്ട് കൂട്ടി വെച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ. അങ്ങനെ രോഹിത്ത് ശബ്ദം കൂട്ടി വെക്കും. വിഷ്ണു തൊട്ട് പുറകിലുണ്ട്. അപ്പൊ ഉണ്ടാവും ശ്യാമ അങ്ങോട്ട് വരുന്നു. അങ്ങനെ അതില് പറയുന്നത് സന്യാസത്തെ കുറിച്ചാണ്. ശ്യാമയ്ക്കും ഇതെന്താ കുടുംബത്തോടെ എല്ലാവരും ആത്മീയതയിലേക്ക് തിരിയാൻ പോവാണോ? വിഷ്ണു ചിരിച്ചുകൊണ്ട് വരും. അതെ, ഇന്നത്തെ കാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സമാധാനാണല്ലോ. അതില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം അല്ലേ? അദ്ദേഹം പറയുന്നത് അതിലേക്കുള്ള വഴിയാ. അങ്ങനെ പറയും, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം ക്ഷേത്രം തന്നെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോ വിഷ്ണുവിന്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ചിന്ത വരുന്നുണ്ട്. ഓ വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്ക് അതല്ലേ. കേട്ടപ്പോ വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കണം തോന്നാ. രോഹിത്ത് എന്ന് പറഞ്ഞ വിഷ്ണുവിനെ നോക്കുക. രാഘവേട്ടനും വിഷ്ണു പറയും, അങ്ങേരുടെ വാക്കേ പണ്ഡിതനാ. പണ്ഡിതനാ എന്താ താടിയും മീശയും എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് പോയി ഇങ്ങനെ നോക്കും. അകത്തേക്ക് ഓടി പോകുന്നുണ്ടോ രാഘവേട്ടൻ വിചാരിക്കും, ഇവനിതെന്ത് പറ്റി? നനഞ്ഞ കോഴിയെ പോലെ അകത്ത് കയറി പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാനേ. ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യയാണ്. സത്യ അങ്ങനെ ഫോണും വെച്ചിരിക്കുക. അച്ഛൻ ഇതുവരെ വിളിച്ചില്ലല്ലോ. എന്തായിരിക്കും? ജോലി തിരക്കൊണ്ടാവോ? അതോ എന്നെ വിളിക്കാൻ മറന്നു പോയതുകൊണ്ടാവോ? എന്താ ഇപ്പൊ ചെയ്യാ? അച്ഛന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ എന്താ ഒരു വഴി? എന്താ അച്ഛ വിളിക്കാത്തത്? ഒന്ന് വിളിക്കച്ചാ. സത്യമോളെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ. അപ്പോ ശാലിനി ഉണ്ടാവും അങ്ങോട്ട് വരുന്നേ. നീ ഇതുവരെ കുളിച്ചില്ലേ? നിന്നോട് പറഞ്ഞതല്ലേ കുളിച്ച് റെഡിയാവാൻ. ഫോണിങ് തന്നെ പോയി റെഡിയായേ. എവിടെ പോവാനാ അമ്മേ? ശാലിനി മിണ്ടാതെ നിൽക്കുമ്പോ ശാരദാമ്മ വരും. ശാലിനി പറയും, നമ്മള് വേറെ വീട്ടിലേക്ക് താമസം മാറുക. അപ്പൊ ഈ വീടോ? ഈ വീട് ഇവിടെ ഉണ്ടാവും. ഇവിടെ ശാരദാമ്മ ഉണ്ടാവും. സത്യക്കും അപ്പൊ നമ്മള് മാത്രം താമസം മാറാണോ? നമുക്ക് ശാരദാമ്മയെ കൂടി കൊണ്ടുപോവാ അമ്മേ. ശാരദാമ്മ പറയും, ആഹാ ശാരദാമ്മയ്ക്ക് ഇവിടെ ഹോട്ടലിന്റെ കാര്യമൊക്കെ നോക്കണ്ടേ മോളെ? പക്ഷെ ശാരദാമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും മോളെ കാണാൻ. അതുപോലെ അപ്പൊ സത്യക്കും അച്ഛൻ വരും അങ്ങോട്ട്. ശാലിനി ഇങ്ങനെ ചിരിക്കും. ശാരദാമ്മയെ നോക്കും. എന്നിട്ട് സത്യയുടെ കവിളിങ്ങനെ കൈവയ്ക്കുമ്പോ പറയമ്മേ അച്ഛൻ വരും അങ്ങോട്ട്. ശാലിനി പറയും, വരും. സത്യക്കും ഉറപ്പാണോ? ഉറപ്പ്. സത്യയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. ശാരദാമ്മയ്ക്കും ഇപ്പൊ സന്തോഷമായല്ലോ. എന്നാ പിന്നെ വേഗം പോയി റെഡിയാവേ. ഇപ്പൊ റെഡിയായിട്ട് വരാവേ എന്ന് പറഞ്ഞ സത്യത്തേക്ക് പോവാ. ശാലിനി ഇങ്ങനെ റെഡിയായി ഗേറ്റിന്റെ എവിടേക്ക് ഇങ്ങനെ നോക്കാണേ വിഷ്ണുവിനെ. ശാരദാമ്മ പറയും, മോളെ ഇനിയൊന്നും ഒളിച്ചു വെക്കണ്ട. വിഷ്ണുവിടെ വന്നിട്ട് സത്യയോടെല്ലാം തുറന്നു പറയണം. എന്നിട്ട് ഇനിയെങ്കിലും നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടൊന്ന് ജീവിക്കേ. സത്യയുടെ മനസ്സിപ്പോ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഒന്നിച്ച് താമസിച്ചാലേ അത് തിരികെ പിടിക്കാൻ സാധിക്കൂ. ശാലിനി അവിടെ ഇരുന്നിട്ട് പറയും, അവളെ വിളിച്ച് സംസാരിക്കുന്നത് ആരാണെന്ന് അറിയണം. വിഷ്ണുവേട്ടൻ കൂടെ വന്നിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാനാവൂ. വിളിക്കുന്ന ആളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണല്ലോ. ശാരദാമ്മ പറയും, ഇങ്ങനെയൊക്കെ വിളിക്കുന്നവര് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കാണിച്ചാ ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് വിഷ്ണു സന്യാസി വേഷം കെട്ടിയിട്ട് ഓ നമ ശിവായ എന്ന് പറഞ്ഞോണ്ട് സ്റ്റെയർ ഇറങ്ങി വരികയാണ്. ഈ കോലത്തിൽ വിഷ്ണുവിനെ കാണുമ്പോ എല്ലാവരും ഞെട്ടിപ്പോവാ. ഇവിടെ വിഷ്ണു എന്ത് വേഷം കെട്ടാ? എന്ത് മാതാവേ, വിഷ്ണു അല്ല സ്വാമിജി. ഇത് കേൾക്കുന്ന ഭാമയൊക്കെ ഇങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ ഞെട്ടലോടെ നോക്കണേ. രാഘവേട്ടനെ ചിരിക്കണോ വേണ്ടോ എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്